ഇപ്പോൾ മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. അപ്പോൾ അത് അനുസരിച്ച് എത്രയും പെട്ടെന്ന് മോണോക്ലോണൽ ആൻറ്റിബോഡി ഈ രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 2-ാം വാർഡിലാണ് ഈ രോഗിയുടെ വീടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 3 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടാകും. ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇറക്കുന്നതാണ്. അതിൽ മാറാക്കര പഞ്ചായത്തും അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട്. 3 ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഈ മേഖല വരുന്നുണ്ട്. അത് മാറാക്കര, എടയൂർ, അതോടൊപ്പം തന്നെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം. ഈ 3 ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രസ്തുത സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഒരു കോണ്ടാക്ട് ട്രേസിംഗ് പ്രാഥമിക തലത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള 7 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. 7 പേരുടെയും 3 സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. അപ്പോൾ ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. 21 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21 സാമ്പിളും നെഗറ്റീവാണ്. പക്ഷേ നമ്മൾ നിപ്പ രോഗത്തിൻ്റെ ഒരു പകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് 21 ദിവസമാണ്. വളരെ സിംറ്റമാറ്റിക് ആയിട്ട് രോഗി ഉണ്ടായിരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു സിംറ്റംസ് ലക്ഷണങ്ങളുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 21 ദിവസമാണ് ഇൻക്യുബേഷൻ. നിലവിൽ കോണ്ടാക്ട്സിൽ ഉള്ളവരെ എല്ലാവരും തന്നെ അതിൽ ഹൈ റിസ്ക് ലോ റിസ്ക് എന്ന് വേർതിരിച്ചുകൊണ്ട് അവർക്ക് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഐസൊലേഷൻ പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ 7 പേരും അത് പ്രാഥമികമായ പരിശോധന, കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഒരു പേടി സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു പരിശോധനയിൽ, ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ അസ്വാഭാവികമായിട്ടുള്ള മറ്റു മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു സൂക്ഷ്മതലത്തിലുള്ള വിവരശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന, പുറത്തേക്ക് അങ്ങനെ പോകാത്ത ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ കല്യാണം, മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഒരിടത്തും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തുന്നത്. അപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലോ സമീപ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടി നമ്മളൊരു ഫീവർ സർവെയിലൻസും, നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഫീവർ സർവെയിലൻസും കൂടി ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും ഫീവർ സർവെയിലൻസ് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ എല്ലാവരും ദയവായിട്ട് ഒഴിവാക്കണം. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ രോഗാവസ്ഥയിലുള്ളവരെ കാണുന്നതിന് വേണ്ടി ദയവായിട്ട് ആശുപത്രികൾ ഈ സമയത്ത് സന്ദർശിക്കരുത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ കൃത്യമായി പൂർണ്ണമായിട്ടും പാലിക്കണം. വാസ്തവത്തിൽ അത് സംസ്ഥാനം മുഴുവൻ എവിടെയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ്, ഏത് ഘട്ടത്തിലും പ്രധാനപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ സ്ട്രിക്റ്റായിട്ട്, വളരെ സ്ട്രിക്റ്റായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ 2 ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് 0483
ആദ്യത്തെ നമ്പർ 2736 32 2736 376. ഈ 2 ഹെൽപ്പ് ലൈനുകളുമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ നൽകപ്പെടുന്ന മരുന്നുകൾ റെംഡെസിവിർ ഉൾപ്പെടെയുള്ളവ അതിൻ്റെ ഉൾപ്പെടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. KMCLൻ്റെ ചുമതലപ്പെട്ടവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കൊബ്രാഗഡെ IAS അദ്ദേഹം ഉണ്ട്. അതുപോലെ SMD ഡോക്ടർ വിനയ് ഗോയൽ IAS ഉണ്ട്. DHS ഡോക്ടർ റീന, അഡീഷണൽ DHS ഡോക്ടർ റീത്ത, ജില്ലാ കളക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, DMO, ബാക്കി ഇവിടെ നിന്നുള്ള എല്ലാവരും, ഓൺലൈനായിട്ട് സ്റ്റേറ്റ് ഓഫീസേഴ്സും പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവൈലൻസ് ഒക്കെ ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഇവിടെ നടത്തുന്നു. ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. 25 കമ്മിറ്റികളാണ് നമ്മൾ പ്രോട്ടോകോൾ പ്രകാരം. ആ കമ്മിറ്റികളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ഇറക്കും. പക്ഷെ അതിനു മുൻപ് തന്നെ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ടീം ലീഡേഴ്സ് അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സർവൈലൻസ് ടീം അവിടെ പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശം അവരൊന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് അവർ കൊണ്ടുവന്ന ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവലോകന യോഗം ചേർന്നിട്ടുള്ളത്. അതെ, അപ്പം നമ്മുടെ ജില്ലാ മേള നടക്കുന്നുണ്ട്. ഇവിടെ ജില്ലാ മേളയിൽ സർക്കാരിൻ്റെ 4ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേളയിൽ വളരെ സ്ട്രിക്റ്റായി എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായി നടപ്പിലാക്കേണ്ടതാണ്. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അതോടൊപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ജില്ലയിലാകെ അതാണ് ഏറ്റവും അഭികാമ്യം. ഈ മേളയിൽ പ്രത്യേകിച്ച് മാസ്ക് ഇല്ലാതെ ഒരാളും അകത്തേക്ക് കടക്കുന്നില്ല എന്നുള്ളത് പോലീസ് ഉറപ്പാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലും അത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. അതുകൂടാതെ നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി നടക്കാനുള്ള ചില യോഗങ്ങളുണ്ടല്ലോ, അത് സംബന്ധിച്ചിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ആ തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കേസ് സാമ്പിൾ പരിശോധിച്ച് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചു. രോഗപകർച്ച ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി പരമാവധി സർവൈലൻസ്, അതോടൊപ്പം കോണ്ടാക്ട് ട്രേസിങ് ഇതെല്ലാം നടത്തിയാണ് രോഗപകർച്ചയില്ല എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്പർ അവസാനം 76 പറഞ്ഞതിൽ 26 ആണ് കേട്ടോ. 2736 ആണ് രണ്ടാമത് പറഞ്ഞ നമ്പർ. വലിയ ലക്ഷണങ്ങളില്ല, എന്നാൽ ചെറുതായിട്ട് പനി, അത് ഒരു ആശങ്കയുടെ കൂടി ഉള്ള സാഹചര്യത്തിലായിരിക്കാം. ചെറിയൊരു പനി പറയുന്നുണ്ട്. പക്ഷെ പനിയുള്ളവരുടെ സാമ്പിളാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. 2 പേർക്ക് പനി പറഞ്ഞിരുന്നു, അവരുടെ സാമ്പിളാണ് പരിശോധിച്ചത്. ആദ്യ പരിശോധനയിൽ അത് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇനിയും പരിശോധിക്കും. അതെ അതെ, ലക്ഷണങ്ങളുള്ളവർ, അതെ അതെ. അതായത് നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം വീടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവ്, റേഡിയസ് 3 കിലോമീറ്ററായിട്ട് എടുത്തുകൊണ്ട് അതാണ് ആ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടുള്ളത്. പൂർണ്ണമായിട്ടല്ല, വാർഡുകൾ എത്രയെന്ന് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഏതൊക്കെ വാർഡുകൾ എന്നുള്ളത് അതിൽ കണ്ടെത്തി, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം കൂടെ വരും.